അത് പണ്ട് ബോംബിട്ട് എന്ന് പറഞ്ഞ പോലെയാണ്. വി ഡി സതീശൻ്റെ വർത്തമാനത്തിന് അത്രയും ആവശ്യമുള്ളൂ. പണ്ട് ആ ബോംബ് ഇതുവരെ പൊട്ടിയില്ലല്ലോ. പണ്ടൊരു ഘട്ടത്തിൽ പറഞ്ഞല്ലോ, വലിയ 2 സൈസ് ബോംബ് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, അതേ പൊട്ടിക്കും. പക്ഷേ പൊട്ടിക്കും എന്ന് പറഞ്ഞല്ലാണ്ട് പൊട്ടിച്ചിട്ടില്ല. അതേപോലെയാണ് ഇതും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്രേ അതിനെ കാണേണ്ടിയുള്ളൂ. അതെല്ലാം അന്വേഷിക്കട്ടെ. അത് ആരും ഞങ്ങൾക്കതിലൊന്നും വിട്ട് മറച്ചു വെക്കാനില്ല. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, അതെല്ലാം അന്വേഷിച്ചോട്ടെ. അന്വേഷിക്കുന്നതിൽ ഞങ്ങൾക്ക് ആർക്കും തർക്കമില്ല. ഇനി വിദേശമല്ല, അതിൻ്റെ അപ്പുറത്തുള്ള ഇനി വേറെ ആരെ വേണമെങ്കിലും ഏത് രീതിയിലും വേണമെങ്കിൽ അന്വേഷിച്ചോട്ടെ. അന്വേഷിക്കുന്നതിൽ ഞങ്ങൾക്ക് ആർക്കും യാതൊരു തർക്കമില്ല എന്നുള്ളതാണ് മുമ്പേ പറഞ്ഞത്. കൂടിക്കാഴ്ച അതും വരേണ്ടതാണ്, അത് ഒരു സംശയമില്ലല്ലോ. കാരണം ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖയായ അല്ലെങ്കിൽ പ്രമുഖ പാർട്ടിയുടെ പ്രമുഖ നേതാവിനെ എന്തിനാണ് ഈ പ്രതികൾ ഉൾപ്പെടെയുള്ളവർ വളരെ ശ്രദ്ധയോടുകൂടി ഭവ്യതയോടുകൂടി കാണുകയും സംസാരിക്കുകയും അതുപോലെ പ്രസൻറ്റേഷൻ നൽകുകയും അതുപോലെ തന്നെ കൈക്ക് ഈ കെട്ടിക്കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നത് എന്തായിരുന്നു എന്നുള്ളതിനെപ്പറ്റി അന്വേഷണം നടത്തേണ്ടത് തന്നെയാണ്. അന്വേഷണം അതെല്ലാം വരുമല്ലോ. അന്വേഷണം സ്വാഭാവികമായിട്ടും വരും. അത് ഇപ്പോഴ് ഈ UDF കൺവീനർ എന്തെല്ലാം മലക്കം പറഞ്ഞാലും അതിൻ്റെ വിശദാംശങ്ങൾ വരും. മാത്രമല്ല നിരവധി പേരുമായിട്ട് പോയിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. അത് ആരൊക്കെയായിരുന്നു എങ്ങനെയൊക്കെയാണെന്നുള്ളത് പുറത്ത് വരേണ്ടിയുണ്ട്. അപ്പോൾ എന്തൊക്കെയോ പുറത്ത് വന്നോട്ടെ എന്നുള്ള കാര്യം ഇതിൻ്റെ അകത്ത് ഉൾച്ചേർന്നിട്ടുണ്ട് എന്നാണ് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. കാട്ടുകള്ളനാണെന്ന് അറിഞ്ഞിരുന്നില്ല എന്നുള്ള ഒരു കാര്യം കൂടി UDF കൺവീനർ പറഞ്ഞിരുന്നു. അറിയാതെയാണ് കൊണ്ടുപോയത്, പിന്നീടാണ് ഇത് അറിഞ്ഞത് എന്നുള്ളതാണ് പറഞ്ഞത്. അതെ, കള്ളത്തരത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ കൊണ്ടുപോകുന്നത്. അറിഞ്ഞാൽ പിന്നെ ആരും കൊണ്ടുപോകാൻ പറ്റുമോ? അറിയുന്നതിന് മുമ്പാണ് ഇതെല്ലാം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ എല്ലാം ഗുഡ് ബുക്കിൽ അവരുണ്ട്. ഇവരെല്ലാം തമ്മിൽ ബന്ധപ്പെട്ടുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോയത് എന്നുള്ളതിൻ്റെ തെളിവല്ലേ അത്. അത് പണ്ട് ബോംബിട്ട് എന്ന് പറഞ്ഞ പോലെയാണ്. വി ഡി സതീശൻ്റെ വർത്തമാനത്തിന് അത്രയും ആവശ്യമുള്ളൂ. പണ്ട് ആ ബോംബ് ഇതുവരെ പൊട്ടിയില്ലല്ലോ. പണ്ടൊരു ഘട്ടത്തിൽ പറഞ്ഞല്ലോ, വലിയ 2 സൈസ് ബോംബ് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, അതേ പൊട്ടിക്കും. പക്ഷേ പൊട്ടിക്കും എന്ന് പറഞ്ഞല്ലാണ്ട് പൊട്ടിച്ചിട്ടില്ല. അതേപോലെയാണ് ഇതും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്രേ അതിനെ കാണേണ്ടിയുള്ളൂ.